പാർട്ട് ടൈം ആയിട്ടാട്ടോ വർക്ക് ചെയ്യുന്നത്. അപ്പം പാർട്ട് ടൈമിൽ ഇതാ ഡെലിവറി 6 മോർ ഓർഡർ ടു ഗെറ്റ് 55 കേട്ടോ. അതിൽ 6 ഓർഡർ എടുത്താൽ നമുക്ക് 55 രൂപയാട്ടോ കിട്ടുക. അതേപോലെ തന്നെ 12 ഓർഡർ എടുത്താൽ 130 രൂപ കേട്ടോ. അത് പറഞ്ഞാൽ 4.5 മണിക്കൂർ ഒരു 4.5 മണിക്കൂർ നമ്മൾ വർക്ക് ചെയ്യണം. അതിലിപ്പോൾ 6:30 മുതൽ രാത്രി 11:30 വരെ നിൽക്കണ്ട കേട്ടോ. 11 മണി വരെ നിന്നാലും മതി. അരമണിക്കൂർ മുമ്പേക്ക് ചെറിയൊരു റെസ്റ്റ് ടൈം ഉണ്ടാവും കേട്ടോ. സമയം ഇപ്പോൾ 6:10. ഇതായിട്ട് ഓർഡർ അടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങോട്ട് മാറിയ ഒരു ഓർഡർ അടിച്ചിട്ടുണ്ട്. 56 രൂപേൻ്റെ ഓർഡർ ആട്ടോ അടിച്ച്. അപ്പോൾ സ്പൂൺ മീ ടേസ്റ്റി കിച്ചൺ എന്നാണ് ഓർഡർ അടിച്ചത് കേട്ടോ. അപ്പോൾ ടോട്ടൽ 10 കിലോമീറ്ററിൻ്റെ അടുത്ത് ഓടാനുണ്ടാവും കേട്ടോ. അപ്പോൾ ലൊക്കേഷനിലേക്ക് ഗൂഗിൾ മാപ്പ് ഇട്ട് പോകട്ടോ. കസ്റ്റമർ ഹോട്ടൽ ലൊക്കേഷനിലേക്ക് കേട്ടോ. അപ്പം പുറത്ത് മഴയാണ്. ട്രെയിൻ ചാർജ് ഒന്നും ആക്ടിവേഷൻ ആയില്ല കേട്ടോ. നമ്മൾ ആ ലൊക്കേഷനിലെത്തിയിട്ട് ഹോട്ടലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം പറഞ്ഞാൽ നല്ല പുറത്ത് മഴ കേട്ടോ. അപ്പം ഫുള്ള് മഴ കൊണ്ട് നാശമായി. കോട്ടുണ്ട് വണ്ടിയിൽ, കോട്ടിടാനൊരു മടി. നമ്മൾ ഹോട്ടലെത്തിയോണ്ട് റീച്ച് പിക്കപ്പ് ലൊക്കേഷൻ കൊടുക്കുക, കൺഫേം കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഓർഡർ റെഡി ആയിട്ടൊന്നുമില്ല. പിന്നെ ഓർഡറിന് വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. സ്വിഗ്ഗിയിൽ ഞാൻ സൊമാറ്റോൻ്റെ ബാഗ് വെച്ചിട്ടാണ് ഓടുന്നത്. അപ്പോൾ സ്വിഗ്ഗീൻ്റെ ബാഗ് നാശമായി. അതുകൊണ്ട് സൊമാറ്റോൻ്റെ ബാഗ് വെച്ചിട്ടാണ് നമ്മൾ ഓടുന്നത് കേട്ടോ. അപ്പോൾ അതിൽ എന്താ പറയുക, കോട്ടിയിലാട്ടോ ഉള്ളത്. അപ്പോൾ കോട്ട് നമ്മൾ എടുക്കണം. ഫുഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫുഡ് ഓക്കെ വെരിഫൈ ഓർഡർ കൂടെയാണ്. അപ്പോൾ ഇവിടെ ഒരു OTP നമ്പർ കൊടുക്കാറുണ്ട്. അപ്പോൾ അതിലൊരു കാണിക്കും 7134 7134. അപ്പോൾ നമ്മളെ ഓർഡർ പിക്ക് ചെയ്തിട്ടുണ്ട്. പിക്കപ്പ് കംപ്ലീറ്റ് കൊടുക്കാം. അപ്പോൾ കസ്റ്റമറെ ലൊക്കേഷനിലേക്ക് മാപ്പിട്ട് പോകട്ടോ. ഇവിടുന്ന് ഏകദേശം 8 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ഫസ്റ്റ് ഓർഡർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ 20 റുപ്യ റെയിൻ ചാർജ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് അടുത്ത ഓർഡറിന് വെയിറ്റ് ചെയ്യാം. അപ്പം ഔട്ട് ഓഫ് സോണിലാണ്. അപ്പോൾ ഇവിടെ നിന്നാലും ഓർഡർ അടി കിട്ടോ. അടുത്ത ഓർഡർ എത്തിയിട്ടുണ്ട് കേട്ടോ. 64+18 കേട്ടോ. പാക്കറ്റ് കൊടുക്കാം. അപ്പോൾ ചേവായിരുന്നു കേട്ടോ ഓർഡർ അടിഞ്ഞ്. ലൈവ് അൽഫാമെന്ന് നമ്മൾ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. റീച്ച് പിക്കപ്പ് ലൊക്കേഷൻ കൊടുക്കുക, കൺഫേം കൊടുക്കുക കേട്ടോ. സെൽഫി വയ്ക്കുന്നുണ്ട്. ഓർഡർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഓർഡർ ID 4232 ആണ്. അപ്പോൾ അതിൻ്റെ OTP നമ്പർ 2453 അപ്പോൾ വെരിഫൈ ഓർഡർ കൊടുക്കുക. 2453. അപ്പോൾ നമ്മൾ ഓർഡർ എടുത്തിട്ടുണ്ട്. പിക്കപ്പ് കംപ്ലീറ്റ് കൊടുക്കുക കേട്ടോ. അപ്പോൾ കസ്റ്റമർ ലൊക്കേഷനിലേക്ക് മാപ്പ് ഇട്ടിട്ട് പോവാം. അപ്പോൾ ഏകദേശം നമുക്ക് 9.3 കിലോമീറ്റർ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കസ്റ്റമറെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്ലാറ്റ് G അപ്പാർട്ട്മെൻറ്റ് എന്നാട്ടോ കൊടുത്ത്. റീച്ച് കസ്റ്റമർ ലൊക്കേഷൻ കൊടുക്കുക. ലൊക്കേഷന് ഏതാ ഒരു ഫ്ലാറ്റ് ഇവിടെ ഉണ്ട്. ഇതായിട്ടോ ഫ്ലാറ്റ്. ഓർഡർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കസ്റ്റമർക്ക് ഫുഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡെലിവറി കംപ്ലീറ്റ് കൊടുക്കട്ടോ, കൺഫേം കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഓർഡറിന് കിട്ടിയ ഏണിങ്സ് ആണ് 65 രൂപ കേട്ടോ. പിന്നെ 18 രൂപ ഒപ്പം കിട്ടും. വെയിറ്റ് 1 മിനിറ്റ് കേട്ടോ. അപ്പോൾ റിട്ടേൺ ഏണിങ്സ് കിട്ടും കേട്ടോ. നമുക്ക് 18 രൂപയും കൂടി ഈ ഓർഡറിൽ കിട്ടുക. 18 രൂപ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഫോണിലോക്ക്
അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഓർഡറിന് വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. 1 മണിക്കൂർ 20 മിനിറ്റ് നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 161 രൂപേൻ്റെ ഏണിങ്സ് ആട്ടോ നമ്മൾ ചെയ്ത്. ആ സമയം ഇപ്പോൾ 7:32 കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സമയം ഒരു 6:05 നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ. നമുക്ക് ഇതിൽ 3 ഓർഡറാണ് കാണിക്കുന്നത്. ആകെ 2 ഓർഡർ ആട്ടോ കിട്ടിയത്. അപ്പോൾ ഒന്ന് മറ്റേ റിട്ടേൺ ഓർഡർ ആട്ടോ കിട്ടിയത്. അതുകൊണ്ടാണ് 3 ഓർഡർ കാണിക്കുന്നത് ഇതിൽ. പിന്നെ ഇനി 4 ഓർഡറും കൂടി എടുത്താൽ 55 രൂപ കിട്ടും. ഇനി ടോട്ടൽ 6 ഓർഡറാണ് എടുക്കേണ്ടത് ഇൻസെൻറ്റീവ് കിട്ടാൻ വേണ്ടിയിട്ട്. കുറേ നേരമാട്ടോ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ 7:49 അപ്പോൾ നമുക്ക് ഓർഡറൊന്നും അടിക്കുന്നൊന്നുമില്ല കേട്ടോ. നമ്മൾ സോണിൽ തന്നെയാണ്, സോണിൻ്റെ നടുവിൽ തന്നെയാണ് കേട്ടോ ഉള്ളത്. കുന്നമംഗലം സോണിലാണ് കേട്ടോ. കുന്നമംഗലം റെസ്റ്റോറൻറ്റിൻ്റെ അടുത്തായിട്ടാണ് നമ്മൾ നിൽക്കുന്നത് തന്നെ. എന്നിട്ട് ഒരു ഓർഡർ പോലും അടിക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് 35 രൂപ എക്സ്ട്രാ പെർ ഓർഡറിന് വരുന്നുണ്ട് കേട്ടോ. ആ ട്രെയിൻ ചാർജ് ആട്ടോ വരുന്നത്. അപ്പോൾ ഓർഡർ മാത്രമല്ല, ഓർഡർ കുറവാണ്. ആകെ 2 ഓർഡറാണ് ടോട്ടൽ കിട്ടിയപ്പോൾ. അത്യാവശ്യം 2 ഓർഡർ മറ്റേ ഫസ്റ്റത്തെ ഓർഡർ കൊടുത്ത് കയ്യലും അപ്പം തന്നെ ഒരു 2-3 മിനിറ്റിനുള്ളിൽ എനിക്ക് ഓർഡർ അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച് അത്യാവശ്യം ഓർഡർ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് വിചാരിച്ച്. നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഓർഡറൊന്നുമില്ല. ഇതാ സമയം ഇപ്പോൾ 8:05. ഇതൊരു ഓർഡർ അടിച്ചിട്ടില്ല കേട്ടോ. ഓൺലൈനിൽ തന്നെയാണ്. അപ്പോൾ ഇനി വെറുതെ പുറത്ത് നല്ല മഴയാണ്. അപ്പോൾ നമ്മൾ ഓഫ്ലൈൻ ആക്കുക കേട്ടോ. ഇത്രയും വെറുതെ എന്നിട്ട് ഓർഡർ 2 മണിക്കൂറിൻ്റെ അടുത്തായി കേട്ടോ. ആകെ 2 ഓർഡറോ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എന്തായാലും ഈ സോണ് മാറണം കേട്ടോ. ഈ അടുത്ത ആഴ്ച തൊട്ടിട്ട് എന്താ പറയുക, കുന്നമംഗലം സോണ് മാറിയിട്ട് മാവൂർ സോണാക്കും. അപ്പോൾ വീടിൻ്റെ അടുത്തായതുകൊണ്ടാണ് ഞാൻ കുന്നമംഗലം സോണ് കൊടുത്തത്. അപ്പോൾ ആണ് പറ്റേ ക്ഷീണമാണ്, ഓർഡർ ഇല്ല. ചില ദിവസങ്ങളിൽ മാത്രമേ നല്ല ഓർഡർ ഉള്ളൂ. അപ്പോൾ മാവൂർ സോണാണെങ്കിൽ കുറച്ചും കൂടി ഓർഡർ കിട്ടും കേട്ടോ. കുന്നമംഗലം സോണിനെക്കാട്ടും കുറച്ചും കൂടി ഓർഡർ മാവൂർ സോണിന് കിട്ടും. നല്ല ഓർഡർ കിട്ടണമെങ്കിൽ ബീച്ച് സോണിൽ കാണണം. അത്യാവശ്യം ഓർഡർ കാര്യങ്ങളൊക്കെ ഉണ്ട് ബീച്ച് സോണിൽ കേട്ടോ. അപ്പോൾ നമ്മൾ ഓഫ്ലൈൻ ആക്കുക കേട്ടോ. ഡ്യൂട്ടി സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ സോണ് മാറ്റുക കേട്ടോ. സോണ് എന്താ പറയുക, ചേഞ്ച് ചെയ്യാണ്. അപ്പോൾ ഇന്ന് മാറ്റിയാലുള്ളൂ അടുത്ത തിങ്കളാഴ്ചത്തേക്ക് മാറുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ സോണ് മാറേണ്ട അപ്ഡേറ്റ് പേഴ്സണൽ ഡീറ്റെയിൽസ് അത് കൊടുത്ത് നോക്കുക. അതിൽ കാണിക്കട്ടെ. അപ്ഡേറ്റ് മൈ ബാങ്ക് ഡീറ്റെയിൽസ്, അപ്ഡേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് അങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലല്ല, അടുത്തതിൽ പോയി നോക്കാം. എവിടെ എവിടെയോ കണ്ടിട്ടുണ്ടെങ്കിലോ. ഡ്യൂട്ടി റിലേറ്റഡ് ഇഷ്യൂസ് പോവുക. ഇപ്പോൾ ചേഞ്ച് ഷിഫ്റ്റ് സോണ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചേഞ്ച് ഷിഫ്റ്റ് സോണ് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ അപ്ലൈ ഫോർ ഷിഫ്റ്റ് സോണ് ചേഞ്ച് അത് കൊടുക്കുക. ഐ വാണ്ട് ടു ചേഞ്ച് മൈ സോണ് കൊടുക്കുക കേട്ടോ. സോണ് ചേഞ്ച് ചെയ്യാം നമുക്ക്. അപ്പോൾ സോൺ ചേഞ്ച് ഫോം ഉണ്ട്. ലോഡാവില്ലല്ലോ. നമ്മളെ ഐ ഡിയും അപ്പം സോണ് അല്ല സിറ്റി അതേപോലെ തന്നെ എന്തിനാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വീട് അകലെയായിരുന്നാൽ ഓർഡർ കുറവായിരുന്നാൽ അങ്ങനെയുള്ള ഓർഡർ കുറവായിരുന്നാൽ കൊടുക്കട്ടോ. നെക്സ്റ്റ് കൊടുക്കാം. അതിൽ കാണിക്കുന്ന നിങ്ങൾ നിലവിൽ സോൺ തിരഞ്ഞെടുക്കുക. നമ്മൾ കുന്നമംഗലം സോണിലാണുള്ളത്. അത് മാവൂർ സോണിലേ ആക്കുക കേട്ടോ. അപ്പോൾ മാവൂർ സോണിലേക്ക് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുക കേട്ടോ. നിങ്ങൾ മാറാനിരിക്കുന്ന സോൺ തിരഞ്ഞെടുക്കുക. അപ്പോൾ മാവൂർ സോൺ കൊടുക്കുക കേട്ടോ. നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ നമ്മൾ എഗ്രി കൊടുക്കണം കേട്ടോ. അപ്പോൾ സബ്മിറ്റ് കൊടുക്കട്ടോ. നമ്മളെ എന്താ പറയുക, സോണ് ചേഞ്ച് ചെയ്യേണ്ട കൊടുത്തിട്ടുണ്ട്.
അപ്പം നമുക്ക് അടുത്ത തിങ്കളാഴ്ച ആയിരിക്കും ആ ഒരു സോണിലേക്ക് മാറാൻ കഴിയാട്ടോ. അവർ നമ്മൾ കുന്നാല സോണിൽ തന്നെ വർക്ക് ചെയ്യണം. നമ്മളെ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ബായ്.